കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ഞങ്ങൾ പരിചയപ്പെട്ട ആൾക്കാരുടെ ഒരു കണക്കെടുത്തപ്പം പറയും സെലിബ്രിറ്റീസും അതെല്ലാം ഉള്ളതിനേക്കാളും ഞങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ട്, അതായത് ഞങ്ങളിപ്പോൾ എവിടെ പോയാലും വീട്ടിൽ അച്ഛനമ്മയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കെയർഫുൾ ആവും, അതുപോലെ ഞങ്ങൾക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്. അതിന് നിങ്ങളുമുണ്ട്. അതായത് കുഞ്ഞുമോക്കിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഈ ഇപ്പൊ അനുമോചിത്തിനൊക്കെ ബൈ ബൈ പറഞ്ഞല്ലേ പൈസ ഇവര് മീൻസ് നമ്മളെ കൂടെ നിന്ന് പെട്ടെന്ന് ഇനിയിപ്പോ എന്തോ ഇവരെ കാണുമ്പോൾ തന്നെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. അവരെ കാണുമ്പോൾ എന്തോ ഒരു അറ്റാച്ച്മെന്റ് അത്രയായി നിങ്ങളായിട്ട്. അങ്ങനെ കുറെ അധികം നല്ല സൗഹൃദ ബന്ധങ്ങൾ, കുറേയധികം ആൾക്കാർ ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ തന്നെ എല്ലാ വർഷവും പ്രോഗ്രാം കാണാറുണ്ട്. മുത്തശ്ശ കേസ് ജയിക്കുന്നു സീരിയൽ ചോദിക്കുന്നവര്, മറ്റേ ആ കുട്ടിക്ക് നല്ല അടി കൊടുക്കണവൻ, അവരുടെ ആ സ്നേഹം കാണുമ്പോൾ ശരിക്കും നമ്മൾ ചെയ്ത ക്യാരക്ടറിന് വലിയൊരു വാല്യൂ. അതല്ലാതെ ഞാൻ സീരിയലൊന്നും കാണാറില്ല, നിങ്ങളുടെ യൂട്യൂബ് മാത്രമേ കാണാറുള്ളൂ, മോള് കരയരുതെന്നൊക്കെ പറയുമ്പോൾ ഒരു കുടുംബത്തിൽ ഒരാളോട് കാണിക്കുന്ന സ്നേഹമാണ് അത്. എന്ന് പറഞ്ഞില്ലേ ഒരു ഫാമിലി വന്നിട്ട് ഒരിക്കലും എനിക്ക് നമുക്ക് ആർട്ടിസ്റ്റ് ആയിട്ടല്ല, നമ്മളെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരാളെ പോലെ നമുക്ക് ഫീൽ ആവുന്നത് ഇവിടെ വന്ന് നമ്മളെ കണ്ടു അവരല്ലേ. അത് ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ചിട്ട് ഒരാൾ പറയുമ്പോൾ അവരുടെ ഡയറക്ടറുള്ള ഇടപെടൽ വേണം പറഞ്ഞോടെ. സോഷ്യൽ മീഡിയയിൽ റിയൽ വേൾഡ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് വരും, പക്ഷെ നേരിട്ട് കാണുന്നത് അല്ല. ഈ സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിക്കുന്ന ആൾക്കാർക്ക് പല റീസൺ ഉണ്ടാവും. ഇപ്പം സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അവർക്ക് കിട്ടാത്ത പോയ അല്ലെങ്കിൽ അവരൊരു ചാനൽ തുടങ്ങിയിട്ട് ഒരു സബ്സ്ക്രൈബറും ഇല്ലാത്ത ഒരു ചാനലിൽ 1000 സബ്സ്ക്രൈബർ 2 മില്യൺ വ്യൂസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരുമ്പോൾ, ഇന്നലെ ഒരു യൂട്യൂബർ നിങ്ങളുടെ ഒരു വീഡിയോ ഇട്ട് 2 ലക്ഷം വ്യൂസ് വന്നു എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ശരിക്കും അത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾ കാരണം എന്തെങ്കിലും ഒരു കാര്യം ഒരു സന്തോഷത്തിന് കാരണം വരികയാണെങ്കിൽ, അപ്പോൾ ഇത് കാണുമ്പോൾ ഫ്രസ്ട്രേഷനുള്ള ചാനലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ചീത്ത വിളിക്കുന്നവരുണ്ടായിരിക്കാം. അവർക്കെല്ലാം ഞങ്ങളെ ടാർഗറ്റ് ചെയ്യാനല്ല പോകും. കാരണം ഒരു വലിയൊരാളെ ടാർഗറ്റ് ചെയ്ത് ഞങ്ങൾ അത്ര വലിയ ആൾക്കാരല്ല, അങ്ങനെ വലിയൊരാളെ ടാർഗറ്റ് ചെയ്തപ്പോൾ ലാലേട്ടനെയോ അല്ലെങ്കിൽ മമ്മൂക്കിനെയോ ഒക്കെ എന്തെങ്കിലും ചീത്ത പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് വലിയ ലെവലിൽ അവർക്ക് ട്രോൾ കിട്ടേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ചെറിയ ലെവലിൽ കിട്ടാണെങ്കിൽ ഞങ്ങളെ കളിയാക്കും. അപ്പോൾ അത് കാണുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അത് ലോകമാണ്, അത് അസ്ഥി പിടിക്കരുത് മാത്രം. അത് അസ്ഥി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് വലിയ പ്രശ്നം ഉണ്ടാകും. കാരണം ആരെ കണ്ടാലും എന്ത് ചീത്ത പറയാം, എന്തും പറയാം. അങ്ങനെ മക്കൾ വളരെ കണ്ട് പഠിക്കും. നിങ്ങളുടെ മക്കളും അതുപോലെ ഭാഷ ഉപയോഗിച്ച് തുടങ്ങും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ വളരെ മോശമാണ്. ഈ മോശം കമന്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ കുറഞ്ഞു, എന്നാലും ഈ മോശം കമന്റ് ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് ഞാൻ ഈ ഫേസ്ബുക്കിലൊന്നും അത്ര ആക്റ്റീവ് അല്ല. ഇപ്പോഴാണ് യൂട്യൂബ് തുടങ്ങിയത്. ഇൻസ്റ്റാഗ്രാമിൽ മുന്നേ ഉണ്ടായിരുന്നു, എന്നാലും കല്യാണത്തിന് ശേഷം കുറച്ച് ഇങ്ങനെ കുറഞ്ഞു. പക്ഷെ ഞാൻ നമ്മളെ ഈ വെഡിങ് ഡേൻ്റെ ഫോട്ടോ ഇട്ടപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ലൈക്ക് 7 ലൈക്ക് 6 ലൈക്ക് കമൻറ്റ് ഇത്രയൊക്കെ വരുള്ളൂ. പക്ഷെ അത്രയും ജനങ്ങൾ നമ്മൾ അത്രയും വിഷ് ചെയ്തു എന്നുള്ളതാണ് സന്തോഷം. ഞാൻ ചേട്ടനോട് പറയുകയും ചെയ്തു, എൻ്റെ ചേട്ടാ നോക്കി ഇത് പക്ഷേ ഇതുവരെ അങ്ങനെ 6-7 ലൈക്ക് കമൻറ്റ്. പക്ഷെ വെഡിങ് ഡേ അതാണ് ഈ ഒരു വർഷമായിട്ടും നമ്മളെ മറന്നില്ല. അവർ സ്നേഹം അവരിപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ഒരാൾ പോലും മോശം കമൻറ്റ് ഇൻസ്റ്റാഗ്രാമിലും തന്നില്ല, യൂട്യൂബിലും തന്നില്ല, ഫേസ്ബുക്കിലും തന്നില്ല. അവരോട് എല്ലാവരും ഒത്തിരി നന്ദി. ഈ ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ പലരും നെറ്റാണ്. ഒരു വർഷമായോ അത്രയും ഒരു വർഷം പോയത് അറിഞ്ഞില്ല, അത്ര പെട്ടെന്ന് തന്നെയാണ് പോയത്. നിങ്ങൾ ഓരോ വെഡിങ് ആനിവേഴ്സറി കഴിയും തോറും ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, ഈ ലൈഫ് ബോയില് പരസ്യത്തിൽ കാണിക്കാൻ 2 ക്രിമിനൽ എന്തായാലും ബാക്കി ഉണ്ടാവും. അതുണ്ടായിക്കോട്ടെ, അതാ ലാസ്റ്റ് 250% അതിങ്ങനെ കിടന്ന് കാണിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ലൈഫ് ബോയ്സ് വിറ്റുപോകും. അപ്പൊ അങ്ങനത്തെ ഈ എത്ര തേച്ചാലും കുളിച്ചാലും പോകാത്ത ചില രോഗമുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് മാറേണ്ടത് പ്രാർത്ഥിക്കാം. അപ്പൊ ഇന്നത്തെ